ദിയ കൃഷ്ണ ഇൻസിഡൻ്റാണ് കുറച്ച് നാളായിട്ട് ടെലിവിഷനിലേക്ക് കത്തി നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അത് ശകലമായിട്ട് പുറകിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു ഇൻസിഡൻറ്റിലെ ഫേമസ് ഒരു ഡയലോഗുണ്ട്. ആ ഒരു ഡയലോഗ് നിങ്ങൾക്കറിയാവോ? അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ദിയ കൃഷ്ണ പറഞ്ഞൊരു ഡയലോഗാണ്. അതായത് എൻ്റെ അച്ഛനൊരു നായരാണ്, അമ്മ ഒരു ഈരവയാണ്, അതുപോലെ എൻ്റെ ഭർത്താവ് ഒരു ബ്രാഹ്മണനാണ്. അങ്ങനെ ഒരു ഡയലോഗ് അവരടിച്ചിരുന്നു. എന്തായാലും ആ ഒരു ഡയലോഗ് വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ. അതായത് ആ ഒരു ഡയലോഗ് കൊണ്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടി കൃഷ്ണകുമാർ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. അതായത് തൻ്റെ മൂത്ത മകൾ അഹാന കൃഷ്ണയുടെ വിവാഹം, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ കൃഷ്ണകുമാർ ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ഫാമിലിയുടെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദിയ കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഹാന കൃഷ്ണയുടെ കല്യാണം എന്നായിരിക്കുമെന്ന്. കാരണം അഹാന കൃഷ്ണയാണ് ഏറ്റവും മൂത്ത മകൾ. സാധാരണയായിട്ട് ഏറ്റവും മൂത്ത മകളുടെ കല്യാണമാണ് ആദ്യം നടക്കാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല. കണ്ടാൽ ദിയ കൃഷ്ണ മൂത്തതെന്ന് തോന്നുമെങ്കിലും അഹാന കൃഷ്ണയാണ് ഇവരുടെ ഫാമിലിയിൽ ഏറ്റവും മൂത്തത്. സോ അഹാന കൃഷ്ണയുടെ കല്യാണം എന്നാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡയലോഗ് കൊണ്ട് ആ ഒരു അർത്ഥവും അല്ലെങ്കിൽ ആ ഒരു വിവരവും നമുക്ക് ലഭിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ വായിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, തൻ്റെ മകൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതെനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതായത് തൻ്റെ അച്ഛൻ ആ ഒരു പലരും പല കാറ്റഗറിയാണെന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ്. സോ ആ ഒരു ഡയലോഗ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ അഹാന കൃഷ്ണയെക്കുറിച്ച് കൃഷ്ണകുമാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും അഹാന കൃഷ്ണയുടെ ചെറുക്കനും ഒരു ജാതിക്കാരനാണ്. അതായത് ഹിന്ദു അല്ല, മറ്റൊരു ജാതിയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇവരുടെ ആ ഒരു കുടുംബത്തിലെ പോലെ തന്നെ ഒരു റിലീജിയന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത, മനുഷ്യർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യരുടെ ക്വാളിറ്റിയെ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, സോ അങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എന്തായാലും അഹാന കൃഷ്ണയുടെ കല്യാണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ബോയ് ഫ്രണ്ടും മറ്റൊരു ജാതിയിലുള്ള ഒരു വ്യക്തിയാണ്. അതായത് ആ ഒരു ഡയലോഗ് പറഞ്ഞതിലൂടെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് അവരുടെ കല്യാണം വളരെ പെട്ടെന്ന് അതിന് ഉണ്ടാകുമെന്ന്. സോ എന്തായാലും അത് ചിലപ്പോൾ മുസ്ലിം ആകാം, ക്രിസ്ത്യൻ ആകാം. സോ അവരെല്ലാം ഹിന്ദു അല്ല. സോ മറ്റൊരു റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം, അതുപോലെ ഹിന്ദു, ഏത് ക്രിസ്ത്യൻ, ഏത് കാറ്റഗറി വേണമെങ്കിലും ആവും. സോ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് അടുത്തിൽ